ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നമ്പർ തന്നു, അത് ഒരു സീക്വൻസിൻ്റെ ഉള്ളിലെ ടേം ആണോ എന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു സീക്വൻസിലെ മെമ്പർ ആണോ എന്നറിയാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ 2026 SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 മാർക്കിനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. കൺസിഡർ ദി സീക്വൻസ് 19, 28, 37. ചെക്ക് വെദർ 1000 a term of this sequence. അതുപോലെ ചെക്ക് വെദർ 10,000 is a term of this sequence. If so, find its position. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. 19, 28, 37 എന്ന് തുടങ്ങുന്ന ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 1000 എന്ന് പറയുന്ന സംഖ്യ, 1000 എന്ന് പറയുന്ന നമ്പർ ഈ സീക്വൻസിലെ ഒരു മെമ്പറാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് 10000 എന്ന് പറയുന്ന നമ്പർ ഇതിലെ മെമ്പറാണോ എന്ന് കണ്ടുപിടിക്കാം. ഇനി മെമ്പർ ആണെങ്കിൽ അവർ എത്രാമത്തെ ടേമാണ്, എത്രാമത്തെ പൊസിഷനിലാണ് അവർ കിടക്കുന്നത്, അതും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ ചോദ്യം ചോദിച്ചേക്കുന്നത്. നമുക്കിത് സിമ്പിളായിട്ട് 2 സ്റ്റെപ്പിലൂടെ നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, ഇപ്പോൾ 1000ൻ്റെ കേസാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം 1000ൽ നിന്ന് 1000 എന്ന് പറയുന്ന ഈ സംഖ്യയിൽ നിന്ന് നമ്മളുടെ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമായിട്ടുള്ള 19നെ കുറയ്ക്കുക. എത്ര കിട്ടും നമുക്ക്? 981 എന്ന് വരും. സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ നോക്കേണ്ടത് എത്രയാണ്? ഈ 981നെ നമ്മളുടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 28ൽ നിന്ന് 19 കുറച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടുന്നത് 9 ആണ്. ഈ 981നെ നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഡെസിമൽ പോയിൻ്റ് അല്ലാത്ത ഒരു ഹോൾ നമ്പർ ആൻസർ വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? 1000 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സീക്വൻസിലെ ടേമാണ് എന്ന് നമുക്ക് പറയാം. ഇനി എത്രാമത്തെ ടേമാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് 1 കൂട്ടിയാൽ മതി. ഓക്കെ, 110ാമത്തെ പൊസിഷനിലാണ് ആര് കിടക്കുന്നത്? 1/10th പൊസിഷനിലാണ് ആര് കിടക്കുക? 1000 എന്ന് പറയുന്ന സംഖ്യ കിടക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് 10,000 മെമ്പറാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. സെയിം തിങ് തന്നെ 10,000ൽ നിന്ന് ആരെ മൈനസ് ചെയ്യാം? 10,000 മൈനസ് 19 ചെയ്യാം. എത്രയാണ് വരുന്നത്? ഫസ്റ്റ് ടേം ആണ് കുറയ്ക്കേണ്ടത് കേട്ടോ. എത്രയാണ് വരുന്നത്? 9981 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് നമ്പർ 2. ഈ 9981 അത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 9 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര വന്നു? 1109 എന്ന് വന്നു. 1109 എന്ന് വന്നു. അപ്പോൾ നമ്മളുടെ 10,000 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്? 110109 പ്ലസ് 1 1110ാമത്തെ ടേമാണ്. ഓക്കെ, 1110th ടേമാണ് ആരെന്ന് പറയുന്നത്? 10,000 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പേജ് നമ്പർ 22ൽ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. പേജ് നമ്പർ 22ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈസ് 101 a term of the arithmetic sequence 13, 24, 35. What about 1001? അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 101 ഒരു ടേം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ സീക്വൻസ് ആരാണ്? 13, 24, 35. കോമൺ ഡിഫറൻസ് ആദ്യം അങ്ങോട്ട് കണ്ടുപിടിച്ചോളൂ. 24 മൈനസ് 13 എത്രയാണ് വരുന്നത്? 11 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 101ൽ നിന്ന് ആരെ കുറയ്ക്കുക? ഫസ്റ്റ് ടേം ആയിട്ടുള്ള 13നെ കുറയ്ക്കുക. എത്ര വന്നു നമുക്ക്? 88 എന്ന് വന്നു. ഇനി കിട്ടിയ 88നെ ആരെ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക? 11 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര വന്നു? 8 എന്ന് വന്നല്ലേ. അപ്പോൾ എന്താണ്? ഡെഫിനറ്റ്ലി 101 എന്ന് പറയുന്നത് ഇതിലെ ഒരു മെമ്പറാണ്, ഈ സീക്വൻസിലെ മെമ്പറാണ്. എത്രാമത്തെ മെമ്പറാണ്? ഒന്നുമില്ല, ജസ്റ്റ് 1 കൂട്ടിയാൽ മതി. 8നോട് 1 കൂട്ടുക. എത്രയാണ്? 9th ടേമാണ്. സോ 9th ടേമാണ് ആരെന്ന് പറയുന്നത്? 101 എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സെഷൻ എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് അബൌട്ട് 1001? 1001 ഇതിലെ മെമ്പറാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. സെയിം തിങ് തന്നെ ചെയ്യാം. 1001ൽ നിന്ന് ആരെ കുറയ്ക്കുക? 13നെ കുറയ്ക്കുക.
ആ കിട്ടുന്ന ഉത്തരത്തിന് എന്ത് ചെയ്യുക, നമ്മളുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 13 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 1001 നിന്ന് 13 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതെന്ന് പറയുന്നത് 988 ആണ്. ഇനി 988നെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 988നെ നമ്മൾ 11 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. നമുക്ക് എത്ര വന്നു, 89.81 എന്ന് വരും, പോയിൻ്റ് ഇട്ട് വരും. ഓക്കെ, പോയിൻ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്, പോയിൻ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ 1001 എന്ന് പറയുന്നത് എന്തല്ല, അതിലൊരു ടേം അല്ല. മനസ്സിലായി, നമ്മൾ കോമൺ ഡിഫറൻസ് വെച്ചിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇതിലെ ടേം അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ 101 എന്ന് പറയുന്നത് ഇതിലെ ടേം ആണ്, 1001 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ടേം അല്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ചോദ്യം ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഓരോന്ന് ചെയ്ത് വരാം. In the table below, some arithmetic sequences are given and two numbers against each other. Check whether the numbers are terms of the respective sequences. ഒന്നുമില്ല, ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ 11, 22, 33 ഇതൊരു സീക്വൻസ് ആണ്. ഈ സീക്വൻസിൽ ഈ 123 മെമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം, 132 മെമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും നമുക്ക് ഒരുമിച്ച് ചെയ്തു പോകാം. ഇൻ ദി ടേബിൾ അബവ് ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ദി നമ്പേഴ്സ് ദാറ്റ് ആർ ടേംസ് ഓഫ് ദി റെസ്പെക്റ്റീവ് സീക്വൻസ്. ഇനി ഇവർ മെമ്പേഴ്സ് ആണെങ്കിൽ, ഈ സീക്വൻസിലെ അംഗങ്ങളാണ് ഇവരെന്നുണ്ടെങ്കിൽ ഇവർ എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത് എന്നുകൂടി കണ്ടുപിടിക്കാം. അപ്പം നമുക്കിവിടെ ഒരു കോളം കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് പൊസിഷൻ എന്ന് പറയുന്ന ഒരു കോളം കൂടെ നമുക്ക് കൊടുത്തേക്കാം. ഓക്കെ, പൊസിഷൻ എന്ന് പറയുന്നൊരു കോളോടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സീക്വൻസ് എടുത്ത് ഞാൻ താഴെ എഴുതാം, എന്നിട്ട് നമുക്ക് മുകളിൽ വന്നിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കാം, ആദ്യത്തെ സീക്വൻസ് ആരാണ്, 11, 22, 33. ഓക്കെ, 11, 22, 33 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ്. ഇതിൽ ആരൊക്കെയാണ് അംഗമാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കണേ. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് 123 മെമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഡിഫറൻസ് അറിയാമല്ലോ, ഡി എന്ന് പറയുന്നത് എത്രയാണ്, 22 നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 11 എന്ന് വരും. സോ നമ്മുടെ ഡി എന്ന് പറയുന്നത് 11 ആണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, 123 നിന്ന് നമുക്ക് തന്നേക്കുന്ന സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 11 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും, 11 എന്ന് പറയുന്നത് നമുക്ക് മൈനസ് ചെയ്ത് കഴിയുമ്പോഴേക്കും 112 എന്ന് വരും. ഇനി 112നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പായിട്ട് 112നെ നമ്മൾ 11 വെച്ച് ഡിവൈഡ് ചെയ്യുക. 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, കറക്റ്റായിട്ട് പോവുമോ, കറക്റ്റായിട്ട് പോകത്തില്ല, പോയിൻ്റ് ഇട്ട് വരും. ഏകദേശം ഒരു 10.18 എന്നൊക്കെയുള്ള ഒരു വാല്യൂ വരും. സോ ഡെസിമൽ വാല്യൂ ആണ് വന്നത്. സോ ഇത് ടേം അല്ല, നോട്ട് എ ടേം ആണ്. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് നമ്മളുടെ ആ ഒരു ടേബിൾ അങ്ങ് ഫില്ല് ചെയ്തേക്കാം. ഇതിലെന്താണ് 123 ടേം ആണെന്നാണോ കിട്ടിയത്, 123 ടേം അല്ല, നോ. അപ്പോൾ നമുക്കിവിടെ ഒന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല, നോ ആണല്ലോ. ഇനി അടുത്ത 132 എലമെൻ്റ് ആണോ അല്ലെങ്കിൽ 132 ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാം. സെയിം തിങ് തന്നെ, എന്താണ് നമ്മൾ 123 മൈനസ് ചെയ്തതിന് പകരം 132 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. 132 മൈനസ് 11 എന്ന് പറയുന്നത് എത്രയാണ്, 121 ആണ്. 121നെ അടുത്ത കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 11 എന്ന് കിട്ടും. സോ ഇതൊരു ടേം ആണ്. എത്രാമത്തെ ടേം ആണ്, 11ൻ്റെ കൂടെ ഒന്നും കൂടെ പ്ലസ് ചെയ്താൽ മതി. 11 + 1 എത്രയാണ്, 12th ടേം ആണ്. സോ നമുക്ക് നമ്മുടെ ടേബിൾ മുകളിൽ പോയിട്ട് ഫില്ല് ചെയ്യാമല്ലോ. അപ്പോൾ ഇയാളെന്താണ്, ഇവിടെ യെസ് ആണ്. എത്രാമത്തെ ടേം ആണ്, 12ാമത്തെ ടേം ആണ്, 12th ടേം ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമ്മളുടെ സീക്വൻസ് എടുക്കാം. അടുത്ത നമ്മളുടെ സീക്വൻസ് എന്ന് പറയുന്നത് ഞാനതൊന്ന് ഓക്കെ താഴെ എഴുതാം. അടുത്ത നമ്മളുടെ സീക്വൻസ് ആരാ, അടുത്ത സീക്വൻസ് ജസ്റ്റ് ഞാനിവിടെ എഴുതാം. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് നോക്കാം കേട്ടോ. 12, 23, 34. ഇതിൽ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആരെയാണ്, നമുക്ക് ഡി കണ്ടുപിടിക്കാം. ആദ്യം ഡി എന്ന് പറയുന്നത് 23ൽ നിന്ന് 12 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 11 എന്ന് വരും. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആരെയാണ്, 100 ടേം ആണെന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. നോക്കിക്കേ, ടേബിൾ നോക്കിക്കേ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. 100 ടേം ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം 1000നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ 100 ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്താണ്, ആദ്യം 100ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, ഫസ്റ്റ് ടേം ആയിട്ടുള്ള 12 മൈനസ് ചെയ്യുക. എത്ര വന്നു, 88 എന്ന് വന്നു. 88 ഡിവൈഡഡ് ബൈ നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 11 ചെയ്യുക. നമുക്ക് എന്ത് വന്നു, 8 എന്ന് വന്നു. സോ എന്താണ്, 100 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലെ അംഗമാണ്. എത്രാമത്തെ അംഗമാണ്, കിട്ടിയേക്കുന്ന ഉത്തരത്തിനോട് നമ്മൾ 1 കൂട്ടുക, 9ാമത്തെ അംഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാം. മുകളിൽ പോയിട്ട് എന്താണ്, 100 എന്ന് പറയുന്നത് മെമ്പറാണ്, യെസ് ആണ്. എത്രാമത്തെയാണ്,
9ാമത്തെ ടേമാണ്. ഇനി നമുക്ക് 1000നെ ചെക്ക് ചെയ്യാം. ഓക്കെ, 1000 ഈ ഒരു സീക്വൻസിലെ മെമ്പറാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 1000ൽ നിന്ന് നമ്മൾ ആരെ മൈനസ് ചെയ്യും? 12നെ മൈനസ് ചെയ്യും. അപ്പം നമുക്ക് എത്ര കിട്ടും? 988 എന്ന് കിട്ടും. 988 ഡിവൈഡഡ് ബൈ 11 ചെയ്യുക. കോമൺ ഡിഫറൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? പോയിൻ്റ് ഇട്ടാണ് വരുന്നത്. 89.81 എന്നൊക്കെ വരും. സോ എന്താണ്? അതൊരു ടേം അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ടേം ആണ്. സോ നമുക്ക് മുകളിൽ പോയിട്ട് നമ്മുടെ ടേബിൾ ഫില്ല് ചെയ്യാം. എന്താണ്? നോട്ടാണ്. 1000 ഇതിലെ അംഗമല്ല, നോട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പൊസിഷൻ എന്ന് പറയുന്നിടത്ത് നമുക്കൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദെൻ അടുത്ത സീക്വൻസ് നോക്കുക. അടുത്ത സീക്വൻസ് പറയുന്നത് 21, 32, 43. ഇതാണ് നമ്മളുടെ അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത്, 3ാമത്തെ സീക്വൻസ്. ഓക്കെ, ഞാൻ താഴെ എഴുതാം. സീക്വൻസ് എഴുതാം. സീക്വൻസ് 21, 32, 43. എഗെയിൻ ഡി കണ്ടുപിടിക്കാം. ഡി എന്ന് പറയുന്നത് എത്രയാണ്? 32 മൈനസ് 21 ആണ്. ഡി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വന്നു? 11 എന്ന് വന്നു. ചെക്ക് ചെയ്യേണ്ടതാണ് 100 മെമ്പറാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടേം ചെക്ക് ചെയ്യണം 100 ഈ സീക്വൻസിലെ അംഗമാണോ ചെക്ക് ചെയ്യാം. അതിന് എന്ത് ചെയ്യണം? ആദ്യം 100 മൈനസ് 21 ചെയ്യാം. 100 മൈനസ് 21 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 79 ആണ്. 79 നമുക്കറിയാം. 79ന് ഡിവൈഡ് ബൈ 11 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഡെഫിനറ്റ്ലി പോയിൻ്റ് ഇട്ട് വരും. 7.18 എന്ന് വരും. സോ ഇതെന്താണ്? 100 എന്ന് പറയുന്നത് നോട്ട് എ മെമ്പറാണ്. അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കോളണം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 1000 എന്ന് പറയുന്ന സംഖ്യ മെമ്പറാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സെയിം സ്റ്റെപ്പുകൾ തന്നെ. 1000ൽ നിന്ന് ആരെ കുറയ്ക്കുക? 1000ൽ നിന്ന് കുറയ്ക്കേണ്ടത് 21നെ കുറയ്ക്കുക. എത്ര വരും നമുക്ക്? 979 എന്ന് വരും. 979നെ 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 89 എന്ന് ഉത്തരം വരും. അപ്പോൾ എന്താണ്? ഇത് ഒരു ടേമാണ്. അപ്പോൾ എത്രാമത്തെ ടേമാണ്? 89 ആണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് അല്ലേ? 89 പ്ലസ് 1 90. അപ്പോൾ 90ാമത്തെ ടേമാണ് ആരെന്ന് പറയുന്നത്? 1000 എന്ന് പറയുന്നത്. സോ നമുക്ക് ഫില്ല് ചെയ്യാം. മുകളിൽ പോയിട്ട് നമ്മുടെ ടേബിൾ ഫില്ല് ചെയ്യാം. 1000 എന്ന് പറയുന്നത് 100 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് എ ടേം ആണ്. അപ്പോൾ നമുക്ക് പൊസിഷൻ ഇവിടെ എഴുതേണ്ട കാര്യമില്ല. 1000 എന്ന് പറയുന്നത് എന്താണ്? അതൊരു ടേം ആണ്. യെസ് ആണ്. എന്താണ്? ഇതിൻ്റെ എത്രാമത്തെയാണ്? 89 ആണ് നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത്. 89ൻ്റെ കൂടെ 1 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത സീക്വൻസിലോട്ട് പോകാം. അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷനാണ്. 1/4, 1/4, 1/2, 3/4. 4, അര, 3/4 ഇങ്ങനെ തുടങ്ങുന്നത്. അതിനുള്ള 3ഉം 4ഉം അംഗമാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. സീക്വൻസ് ഞാൻ ഒന്നുകൂടെ ഇവിടെ എടുത്ത് എഴുതാം. സീക്വൻസ് എന്ന് പറയുന്നത് 1/4, 1/2, 3/4 ഇങ്ങനെയാണ് സീക്വൻസ് മുമ്പോട്ട് പോകുന്നത്. കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡി കണ്ടുപിടിക്കാം. എന്താണ്? 1/2ൽ നിന്ന് 1/4 മൈനസ് ചെയ്യാം. അരയിൽ നിന്ന് 4 കുറയ്ക്കുക. അരയിൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ എന്താണ് നമുക്ക് വരുന്നത്? ഡി എന്ന് പറയുന്നത് 1/4 അല്ലേ? ഹാഫിൽ നിന്ന് 1/4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1/4 ആണ് ഡി വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 3 മെമ്പറാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക? സെയിം തിങ് തന്നെ. 3ൽ നിന്ന് ആരെ മൈനസ് ചെയ്യാം? ആദ്യത്തെ ടേം ആയിട്ടുള്ള 1/4നെ മൈനസ് ചെയ്യാം. 1/4ന് 3 മൈനസ് 1/4 എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 4 12, 12 മൈനസ് 1/4 അതായത് 11/4 ആണ്. ഇനി എന്ത് ചെയ്യാം? 11/4നെ ഡിവിഷൻ ബൈ ആരെ ചെയ്യാം? 11/4 ഡിവിഷൻ ആരെ ചെയ്യണം? 1/4ന് ചെയ്യണം. ഡിവിഷനാണ് ഇവിടെ. ഡിവൈഡഡ് ബൈ 1/4. 1/4നെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ആദ്യത്തെ ഫ്രാക്ഷനെ അതുപോലെ തന്നെ നിർത്തുക. രണ്ടാമത്തെ ഫ്രാക്ഷനെ തലകുത്തിയിടുക, അതായത് റെസിപ്രോക്കൽ. അപ്പോൾ എന്ത് ചെയ്യും? ഇതും കട്ടാവും. നമുക്ക് 11 എന്ന് ഉത്തരം വരും. 11 എന്ന് ഉത്തരം വന്നു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ഹോൾ നമ്പർ കിട്ടിയല്ലേ? അപ്പോൾ 3 എന്ന് പറയുന്നത് മെമ്പറാണ്. ഇനി എത്രാമത്തെ മെമ്പറാണ്? 11നോട് 1 കൂട്ടിയാൽ മതി. 12th ടേം ആണ്. സോ 3 യെസ് ആണ്. അടുത്ത് നമ്മൾ ആര് മെമ്പറാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്? 4 ഇതിലെ മെമ്പറാണോ എന്ന് ചെക്ക് ചെയ്യണം. എഗെയിൻ എന്ത് ചെയ്യുക? 4ൽ നിന്ന് ഫസ്റ്റ് ടേം ആയിട്ടുള്ള 1/4നെ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും? നമുക്ക്
4 into 4 16, 16 minus 1 by 4 which is equal to 15 by 4. Again എന്ത് ചെയ്യുക, കിട്ടിയ ഉത്തരമായിട്ടുള്ള 15 by 4നെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 1 by 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ഞാനിവിടെ ഡയറക്റ്റ്ലി റെസിപ്രോക്കൽ എഴുതാണ് 4 by 1 എന്ന് വരും. അപ്പോൾ എന്താണ് 4ഉം 4ഉം കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് 15 എന്ന് വരും. സോ നമുക്ക് ഹോൾ നമ്പറാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 4ഉം എന്താണ് മെമ്പറാണ്. എത്രാമത്തെ മെമ്പറാണ്? 15 plus 1 16th മെമ്പറാണ്. സോ രണ്ടുപേരും എസ് ആണ്. നമുക്ക് അവരുടെ പൊസിഷൻ നമ്പറും കൂടെ മുകളിൽ ടേബിളിലൊന്ന് ഫില്ല് ചെയ്തേക്കാം. സോ എഴുതാം. 3 എന്ന് പറയുന്നതും എസ് ആണ്. എത്രാമത്തെയാണ്? നമ്മൾ കണ്ടുപിടിച്ചതാണ് 12th ടേമാണ്. ദെൻ 4 എന്ന് പറയുന്നതും എസ് തന്നെയാണ്. എത്രാമത്തെ ടേമാണ്? 16ാമത്തെ ടേമാണ്. ഇനി വീണ്ടും ഒരു സീക്വൻസ് തന്നെയാണ്, ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 3/4, 1/2, 2/4 ഇതിൽ 3, 4 തുടങ്ങിയിട്ടുള്ള നമ്പറുകൾ മെമ്പറാണോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമുക്ക് നമ്മുടെ സീക്വൻസ് ഒന്ന് എടുത്തെഴുതാം. സീക്വൻസ് എടുത്തെഴുതുമ്പോൾ ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3/4 ആണ്. സെക്കൻഡ് ടേം 1.5 ആണ്. തേർഡ് ടേം എന്ന് പറയുന്നത് 2 and 1/4 ആണ്. സോ നമുക്ക് ആരെയാണ് ആദ്യം ഡി കണ്ടുപിടിക്കുക. ആദ്യം ഡി എന്ന് പറയുന്നത് നമുക്കറിയാം 3/4 ആണ് 1.5 അല്ലേ. സോ 3/4 ആണ് ഇവിടുത്തെ ഡിഫറൻസ് പറയുന്നത്. 1.5ൽ നിന്ന് 3/4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3/4 3/4 എന്ന് കിട്ടും അല്ലേ. ഇനി 3 മെമ്പറാണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അതിന് നമ്മൾ എന്താ ചെയ്യുക? 3ൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? 3/4നെ മൈനസ് ചെയ്യണം. 3ൽ നിന്ന് 3/4നെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 12 മൈനസ് 3. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 12 മൈനസ് 3/4 അതായത് നമുക്ക് 9/4 എന്ന് വരും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 9/4 ഡിവിഷൻ നമ്മളുടെ കോമൺ ഡിഫറൻസ് ചെയ്യാം. ഡിവിഷൻ ഞാൻ എന്ത് ചെയ്തു? നേരെ തലകുത്തിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 3/4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതും പോയി. ദെൻ 3യും 9ഉം കൂടെ കട്ട് ചെയ്തു 3. അപ്പോൾ അവസാനം നമുക്ക് എന്ത് വന്നു? 3 എന്ന് പറയുന്നൊരു ഹോൾ നമ്പർ വന്നു. സോ 3 എന്ന് പറയുന്ന അക്കം എന്താണ്? ഇതിലെ മെമ്പറാണ്. എത്രാമത്തെ ടേമാണ്? 3 + 1 4ാമത്തെ 4th പൊസിഷനിലാണ് ആര് കിടക്കുന്നത്? 3 കിടക്കുന്നത്. ദെൻ നമുക്ക് അടുത്തത് ആരെയാണ് ചെക്ക് ചെയ്യേണ്ടേ? 4 ആണ് അല്ലേ. അടുത്തത് നമ്മുടെ സീക്വൻസിൽ 4 എന്ന് പറയുന്ന ആൾ മെമ്പറാണോ എന്ന് ചെക്ക് ചെയ്യണം. സോ 4 ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 4ൽ നിന്ന് ഫസ്റ്റ് ടേം ആയിട്ടുള്ള 3/4നെ കുറച്ച് കളയാം. അപ്പോൾ എന്ത് വരും നമുക്ക്? 16 മൈനസ് 3/4 വരും. 16 മൈനസ് 3 എന്ന് പറയുന്നത് 13/4 ആണ്. അഗെയിൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 13/4നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? നമ്മളുടെ ഇതിൻ്റെ റെസിപ്രോക്കൽ, ഡീൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4/3 എന്ന് വരും. സോ നമുക്ക് 4ഉം 4ഉം കട്ടാവും. 13/3. 13/3 എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിൻ്റ് ഇട്ട് വരുന്ന സംഖ്യയാണല്ലേ. ദെർഫോർ 4 എന്ന് പറയുന്നത് എന്തല്ല? ഒരു മെമ്പർ അല്ല. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് നമ്മുടെ ടേബിൾ ഫില്ല് ചെയ്ത് നോക്കാം. എന്താണ് 3 എന്ന് പറയുന്നത്? എന്താണ് 3 എന്ന് പറയുന്നത്? ഒരു മെമ്പറാണ്. 3 എത്രാമത്തെ മെമ്പറാണ്? എത്രാമത്തെ മെമ്പറായിട്ടാണ് നമുക്ക് കിട്ടിയത്? 4ാമത്തെ മെമ്പറായിട്ടാണ് നമുക്ക് കിട്ടിയത്. 4 എന്ന് പറയുന്നത് എന്തല്ല? മെമ്പറല്ല. സോ നമുക്കിവിടെ ഒന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ പേജ് നമ്പർ 22ൽ കൊടുത്തിട്ടുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യവും മൂന്നാമത്തെ ചോദ്യവും നമ്മൾ ഒരുമിച്ചാണ് ആൻസർ ചെയ്തേക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഏത് ടേമാണോ ചെക്ക് ചെയ്യേണ്ടത് ആ ടേമിൽ നിന്ന് നമ്മളുടെ സീക്വൻസിലെ ഫസ്റ്റ് ടേമിനെ മൈനസ് ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരത്തിനെ നമ്മളുടെ കോമൺ ഡിഫറൻസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഹോൾ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ടേമാണ്. ഇനി എത്രാമത്തെ ടേമാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് 1 അതിൻ്റെ കൂടെ കൂട്ടിയാൽ മതിയാവും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.